ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കോക്കോ പീനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ മക്കൾസ് എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ന്യൂട്ടല്ല, പീനട്ട് ബട്ടർ ഈ ഒരു ഏരിയയിലേക്കായിരിക്കുമല്ലേ. പല അത്യാവശ്യങ്ങളും നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചില ആവശ്യങ്ങൾ നമ്മളങ്ങ് കണ്ണടയ്ക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനെപ്പോഴും ഈ ഒരു ആവശ്യങ്ങളങ്ങ് കണ്ണടച്ച് വിടാറ് തന്നെയാണ് പതിവ്. കാരണം നമുക്ക് താങ്ങാവുന്ന റേറ്റല്ല പലപ്പോഴും ഈ ഐറ്റംസിനൊന്നും. പിന്നെ ഒരു 100 ഗ്രാം 300 250 രൂപയ്ക്ക് മേടിച്ചാലും കൊണ്ടുവന്ന ഒരു 2 സെക്കൻഡിനുള്ളിൽ അത് കാലിയാവും. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊന്നും അത് ഉണ്ടാവുകയില്ല. അപ്പം തന്നെ അവർ ഒരു സ്പൂൺ ഒരാളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് റെഡിയാക്കിയതാട്ടോ. സംഭവം അടിപൊളിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ വിശ്വാസത്തിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു തവണ റെഡിയാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കടല നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതങ്ങ് ചൂടാറി തോലൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചിട്ട് ഒരു 5, 6, 7 തവണയോളം നമ്മൾ വീണ്ടും അത് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കിയിട്ട് പല തവണയായിട്ട് പൊടിച്ച് അതിൽ നിന്ന് നല്ലതുപോലെ എണ്ണമയം ഇറങ്ങണ വരെ പൊടിച്ചെടുക്കണം കേട്ടോ. എനിക്കൊരു 6, 7 തവണ കൊണ്ടാണ് നല്ലതുപോലെ എണ്ണയൊക്കെ വന്ന് കുറച്ചൊരു കുഴമ്പ് പാകത്തിൽ കിട്ടിയേട്ടോ. അപ്പോൾ ഇത് പൊടിക്കുന്നതിൻ്റെ ഒപ്പം ലാസ്റ്റ് നല്ലതുപോലെ അങ്ങ് എണ്ണയൊക്കെ അങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ശർക്കരയെ പ്രിഫർ ചെയ്യണമെങ്കിൽ അതും കുഴപ്പമില്ല, അല്ല പനങ്കൽക്കണ്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ഉപ്പ് ഇട്ടേക്കണേ. കണ്ടോ, ഇത് നല്ലതുപോലെ എണ്ണയൊക്കെ അതിൽ നിന്ന് അങ്ങ് വന്നു തുടങ്ങും. അപ്പോൾ പഞ്ചസാരയും ഇട്ട് ഒരു 2-3 വട്ടം നല്ലതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുക്കുമ്പോഴേക്കും ഒരുവിധം അങ്ങ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറോ നെയ്യോ. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്തായിട്ടോ, അല്ലെങ്കിൽ ബട്ടർ ചേർത്താൽ മതി. അതല്ല സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടതിന് ശേഷം കേട്ടോ നെയ്യ് ചേർക്കണേ. പിന്നെ ഒരു കാൽ കപ്പോളം കൊക്കോ പൗഡറും ചേർത്ത് അത്യാവശ്യത്തിന് നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ 1-2 വട്ടം കൂടെ അടിച്ചെടുക്കുമ്പോഴത്തേനും കണ്ടോ നല്ല കുഴമ്പ് പാകത്തിനായി വരണ്ട കേട്ടോ. അപ്പോൾ ഇച്ചിരിയോടെ ലൂസ് കൺസിസ്റ്റൻസി എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നെയ്യ് അങ്ങ് ചേർത്ത് കൊടുത്തു. കണ്ടോ, നെയ്യോടെ ചേർത്ത് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുത്തപ്പോഴത്തേനും നല്ല സൂപ്പറായിട്ടുള്ള കോക്കോ പീനട്ട് ബട്ടർ റെഡി കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും നല്ലൊരു കുപ്പി വൃത്തിയാക്കിയെടുത്ത് അതിലേട്ട് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാകാതെ കുറച്ച് നാളത്തേക്ക് ഇരിക്കും കേട്ടോ. പക്ഷേ മക്കൾസുള്ള വീട്ടിൽ എന്തായാലും കുറേ ദിവസത്തേക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ കാലിയാവണ ഒരു ഐറ്റമാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. മക്കൾസുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കട്ടേന്നേ. സിമ്പിളല്ലേ. ഇനി സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഉള്ള കരച്ചിലും വാശിയൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാമല്ലോ. നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.